ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. എല്ലാവരും HSSC പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലേ? ആദ്യം ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നവർ കുറച്ച് പേരൊക്കെ ഒന്ന് തള്ളിപ്പോയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ തള്ളിപ്പോയെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് തള്ളിപ്പോയെന്നല്ല, തീർച്ചയായിട്ടും HSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിനുള്ള മെസ്സേജ് വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാവരും ഇന്റർവ്യൂ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് HSSC ഒന്ന് തള്ളി നീക്കിയിട്ടുണ്ടാവും എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നടക്കണം, അതിനോടൊപ്പം ഇത് നടക്കണം അല്ലേ? തീർച്ചയായിട്ടും HSCയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും HSCയുടെ ഇന്റർവ്യൂ ബാച്ചും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് CCയുടെ പിള്ളേർക്ക് തീർച്ചയായിട്ടും അത് ഫ്രീ ബാച്ച് തന്നെയാണ്. ഇനി അല്ലാത്തവർക്കും നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 99 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തേക്കണം. അതിനോടൊപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ HSSC പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. കാരണം ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണം എന്നുള്ള ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ് അല്ലേ? നമ്മളിനി ആ നോട്ടിഫിക്കേഷന് ഒരു മാസത്തെ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ. ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം HSSCയുടെ നോട്ടിഫിക്കേഷൻ വരും അല്ലെ? തീർച്ചയായിട്ടും വരും. നമ്മൾ ഇതുവരെയായിട്ടും PSC ഒരു ട്രെൻഡ് അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഈ ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ അവസാനം തന്നെ വരും. കാരണം എന്ന് വെച്ചാൽ ആ ഏജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കാൻഡിഡേറ്റിനെ കൂടെ ഉൾപ്പെടുത്താൻ പാകത്തേനെ തീർച്ചയായിട്ടും PSC എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഏജ് ഓവറൊക്കെ ആവുന്ന ആളുകളെയും കൂടി പരിഗണിച്ചിട്ടായിരിക്കും എപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരിക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇതിന് നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കൂ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കുകയേ ചെയ്തേക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 9 മണിക്കൂർ നിങ്ങൾ പലപ്പോഴും ഈ സക്സസ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം അല്ലേ? ഇപ്പോൾ റാങ്ക് 1ഉം 2 ഒക്കെ വന്ന കുട്ടികളുടെ അവർ പറയുന്ന അവരുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ 10ഉം 16 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാത്രം മെനക്കെട്ടിട്ടാണ് അവർ 1ാം റാങ്കിലോട്ട് എത്തുന്നത് അല്ലേ? നമ്മളൊരു ഹയസ്റ്റ് റാങ്കിലോട്ട് എത്തണമെങ്കിൽ അത്രമാത്രം കഷ്ടപ്പാട് അതിനുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അത്ര സമയം ഇതിന് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു മിനിമം ഒരു 4-5 മണിക്കൂർ എങ്കിലും എന്തിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേ മതിയാവൂ. ഈ HSSC വേണ്ടിക്ക് പ്രിപ്പയർ ചെയ്തേ മതിയാവും. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും 5 മണിക്കൂറിൽ നിന്നും എത്ര മണിക്കൂറിലോട്ട് എത്തും? ഒരു 10-12 മണിക്കൂറിലോട്ട് എത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിനൊരു ഫലം ഉണ്ടാവുകയുള്ളൂ അല്ലെ? നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ വന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഫസ്റ്റ് ടേണിൽ തന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ മെമ്മോ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യ 10 തന്നെ ഉണ്ടാവണം. അപ്പോൾ ആ ആദ്യ 10 വേണ്ടിയിട്ട് വേണം നിങ്ങൾ ശ്രമിക്കാനായിട്ട്. അതിനുള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് ഒരു ചില്ലറ കഷ്ടപ്പാടല്ല, നല്ല കഷ്ടപ്പാടുണ്ട് അല്ലെ? വെറുതെ ഒന്നും ആരും നമുക്കൊരു ഗസ്റ്റഡ് പോസ്റ്റിലുള്ള ജോലി കൊണ്ട് തരുമോ? തരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? എത്ര അറിയില്ല എന്ന് ഉള്ള ആളുകളെ സംബന്ധിച്ചും ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ 2 വർഷം 5 വർഷം നമ്മൾ പഠിച്ച സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. എത്രയോ നന്നായിട്ട് പഠിച്ചു, എത്രയോ നല്ല മാർക്കോടുകൂടി പാസ്സായവരായിരിക്കാം നിങ്ങളെ പലരും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വളരെ കുറച്ച്, നമുക്ക് സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ. ആ വളരെ കുറച്ച സിലബസ് ഈ സമയം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണോ? ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. പക്ഷെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ CCയും ഉണ്ടാവും. CCയിൽ HSSCയുടെ ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആസ്വദിച്ച് പഠിക്കാനുള്ള സമയമാണ് അല്ലേ? അപ്പോൾ ഏറ്റവും ആസ്വദിച്ച് തന്നെ പഠിക്കേണ്ട സമയവും പഠിക്കേണ്ട ക്ലാസ്സുകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ടൊരു ഐഡിയ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതിനോടൊപ്പം നോട്ടും അല്ലേ? നമുക്കൊരു HSSCയുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത് എത്രമാത്രം പഠിക്കണം എന്നുള്ളതാണ് അല്ലെ? നമ്മളൊരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു മല പോലെ ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് അതിനൊരു അവസാനം ഉണ്ടാവില്ല. നമ്മൾ ഏത് സൈറ്റിൽ കയറി നോക്കിയാലും നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റാസ് കിട്ടും. പക്ഷെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, എത്രമാത്രം പഠിച്ചാൽ മതിയാവും എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ നോട്ടിനനുസരിച്ചിരിക്കും അല്ലെ? നമുക്കൊരു കണ്ടന്റ് പഠിച്ചു, ഇപ്പൊ IC എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ കുറിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10-40 പേജുള്ള ഒരു നോട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. പക്ഷെ അത്രയും വലിയ നോട്ട് ഇതിനു വേണ്ടി ആവശ്യമുണ്ടോ? ഇല്ല. എന്ന് കരുതി 1-2 നോട്ട് അല്ലെങ്കിൽ 1-2 പേജിൽ ഒതുങ്ങുന്നതാണോ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്? അതുമല്ല. അപ്പൊ എത്രമാത്രം കണ്ടന്റിൽ ഉൾക്കൊണ്ട അല്ലെങ്കിൽ എത്രമാത്രം കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം അല്ലെ? അല്ലാതെ ഒരു പോർഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10 ദിവസം വെച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? സമയമില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഏറ്റവും അത്യാവശ്യം കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള നോട്ടുകൾ തന്നെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലേ? അപ്പോൾ എവിടെ നിന്ന് ഈ നോട്ട് കിട്ടും? നമ്മൾ PGക്ക് പഠിച്ച സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ ലെക്ചർ നോട്ടുകളും അതുപോലെ തന്നെ നമ്മൾ പ്രിന്റിംഗ് നോട്ടുകളൊക്കെ തന്നെയാണ് നമ്മളെ ഇതിൽ സഹായിച്ചത്. അല്ലാതെ എത്ര പേര് ഈ പുസ്തകമൊക്കെ മേടിച്ച് പഠിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആയിരിക്കും. എന്നാലും MSCക്ക് പഠിച്ച എല്ലാ നോട്ടും എല്ലാ സെമസ്റ്ററുകളിലുമുള്ള
പോർഷൻസിന്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നോട്ട്സ് ചിലപ്പോൾ നിങ്ങളിൽ പലരുടെ കയ്യിലും ഉണ്ടാവാം. പക്ഷേ ഈ ടെക്സ്റ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ എത്രമാത്രം കണ്ടന്റ് വേണം നമ്മൾ പഠിച്ച്? എന്നാൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഈ പഠിച്ച കണ്ടന്റ് കറക്റ്റ് ആണോ, ഇനി ഇത് കൂടുതൽ വേണോ, എനിക്ക് ഇത്രയും വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും വേണ്ട. ധൈര്യമായിട്ട് CCL ജോയിൻ ചെയ്തോ. എത്രമാത്രം പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയയോടുകൂടി നമുക്ക് HSST ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമല്ലേ? നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു വേണ്ട കേട്ടോ. പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ജോയിൻ ചെയ്യാം CCലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത്ര ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മൊഡ്യൂളൊക്കെ പഠിച്ചു തരാനുള്ള സമയമായി അല്ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോണുകളെ കുറിച്ച്. ഇനി അപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിനകത്ത് നമ്മുടെ സിലബസിനകത്ത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോൺസുകളെ കുറിച്ചും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡൈജഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അല്ലെ. മോഡ് ഓഫ് ന്യൂട്രീഷൻസും ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോൺസ്, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഡൈജസ്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസുകളെ കുറിച്ച് പഠിക്കണ്ടേ എന്നെല്ലാം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കണം അല്ലെ. PSC പറഞ്ഞിരിക്കുന്ന സിലബസിനകത്തുള്ള കണ്ടന്റ് ഉറപ്പായിട്ടും പഠിക്കണം. അതാണ് 80% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്നായിരിക്കും, ആ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ അപ്പോഴും അവിടെ ഒരു 20% പുറത്ത് കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ. അത് നിങ്ങൾ MSCക്ക് പഠിച്ച ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാം പാസ്സായാണോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോർഷൻസ് എല്ലാം എന്ത് ചെയ്തേക്കാം, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഉൾപ്പെട്ടേക്കാം അല്ലെ. ഏതൊരു PSC എക്സാമിന്റെയും അടിയിൽ അങ്ങനെ ഒരു നോട്ട് കൂടി ഉണ്ടാവും. നിങ്ങൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്ത ആ ഡിഗ്രിയുടെ എന്തുകൂടി ഉണ്ടാവും, കണ്ടന്റുകളെല്ലാം ഈ എക്സാമിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നൊരു വാൽ കഷ്ണം കൂടി ഏത് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡൈജഷനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് ഡൈജസ്റ്റീവ് ഓർഗൻസ് എന്നറിഞ്ഞിരിക്കണം, എന്തെല്ലാമാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്നറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ലെവലിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം കേട്ടോ. അത്തരം കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിലബസിനകത്ത് മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്കൊരു ഡിഗ്രി ലെവലിലുള്ള നോളജ് മതി, നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം കണ്ടന്റിനെതിരെ സിലബസിനകത്ത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന കണ്ടന്റുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും ഡെപ്തിൽ തന്നെ പഠിക്കണം കേട്ടോ കുട്ടികളെ. ഒരു കാരണവശാലും അതിനകത്ത് യാതൊരു തടസ്സവും ഇല്ലെങ്കിൽ അതിനകത്ത് യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ മതി എന്നൊന്നും ആരും വിചാരിച്ച് കളഞ്ഞേക്കരുത്. PG ലെവലിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത്രയും കാര്യങ്ങളെല്ലാം ഇതിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോണുകളെ കുറിച്ചാണ് അല്ലെ. നമുക്കറിയാം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോൺസ് എന്ന് പറയുന്ന കുറേയധികം ഹോർമോൺസുകളുണ്ട്. അപ്പോൾ ഏതെല്ലാം ഹോർമോൺസുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതെല്ലാം ഹോർമോൺസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10 സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തെല്ലാമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഗ്ലാൻസുകളും അവയുടെ ഫംഗ്ഷൻസും. നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1, ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് HCl by acting on parietal cells of the stomach. Statement 2, it is released by G cells in response to peptides and stomach distension. Option A, both statement 1 and 2 are true. B, statement 1 is true, statement 2 is false. Option C, statement 1 is false, statement 2 is true. Option D, both statement 1 and 2 are false. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഹോർമോൺ അത് ഗ്യാസ്ട്രിൻ ആണ് അല്ലെ. അപ്പൊ ഗ്യാസ്ട്രിൻ എന്താണ്? ഗ്യാസ്ട്രിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് HCl by acting on parietal cells of stomach. അപ്പൊ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺസ് എന്തിനാണ് ആക്ട് ചെയ്യുന്നത്? പരീറ്റൽ സെല്ലുകളിലാണ് ആക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പരീറ്റൽ സെല്ലുകളിൽ ആക്ട് ചെയ്യുന്നത്? അവിടെ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ HCl പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് HClന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. അതിന് ഗ്യാസ്ട്രിൻ ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? പരീറ്റൽ സെല്ലുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പരീറ്റൽ സെല്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റൊമക്കിലാണ് കാണപ്പെടുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗ്യാസ്ട്രിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസ്ട്രിൻ ഹോർമോൺസ് എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഏത് സെല്ലുകളിൽ നിന്നാണ്? G സെല്ലുകളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് G സെല്ലുകളിൽ നിന്നും ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ്സ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് കൂടുതൽ എന്തുണ്ടാവണം? പെപ്റ്റൈഡ്സ് ഉണ്ട് എങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും?
ജി സെല്ലുകൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാസ്ട്രിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസ്ട്രിൻ എന്തിന്റെ സെക്രീഷനെ സഹായിക്കും? HCl സെക്രീഷനെ സഹായിക്കും. HCl സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ഏത് സെല്ല് സ്റ്റിമുലേറ്റഡ് ആവണം? പരിറ്റൽ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവണം. പരിറ്റൽ സെൽസ് എവിടെയാ കാണപ്പെടുക? സ്റ്റൊമക്കിലാണ് കാണപ്പെടുക അല്ലെ? രണ്ടേ രണ്ട് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞു? ഗ്യാസ്ട്രിൻ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ? ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഗ്യാസ്ട്രിൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1ഉം ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. അപ്പൊ ഏതാണ് ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലായോ പറഞ്ഞത് ഗ്യാസ്ട്രിനെ കുറിച്ച്? അപ്പൊ ഗ്യാസ്ട്രിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്രീറ്റിൻ ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ്. Statement 2. This occurs because secretin reduces gastrin release and releases bicarbonate secretions from pancreas. Options ഇതെല്ലാമാണ്. Both statements are true and 2 explains 1. Option B. Both statements are true but 2 explain 2 does not explain 1. Option C. Statement 1 true, 2 false. Option D. Statement 1 false and 2 true. ഇതിനകത്ത് കറക്റ്റ് ആൻസർ അതായത് സെക്രീറ്റിനെ കുറിച്ചാണ്. അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് സെക്രീറ്റിൻ ആണ് അല്ലെ? ഗ്യാസ്ട്രിൻ കഴിഞ്ഞു, അടുത്ത സെക്രീറ്റിൻ ആണ്. ഇനി എന്തെല്ലാമാണ് സെക്രീറ്റിൻ എന്ന് നമുക്ക് നോക്കാം. സെക്രീറ്റിൻ ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. തീർച്ചയായിട്ടും ആണല്ലോ, ആണ് തീർച്ചയായിട്ടും. ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ HClന്റെ സെക്രീഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഏത് ഹോർമോൺ? ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇനി ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എസ് സെല്ലുകളാണ് അല്ലെ? എസ് സെല്ലുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാ സെക്രീറ്റ് ചെയ്യുന്നത്? അതായത് ഗ്യാസ്ട്രിന്റെ റിലീസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്യാസ്ട്രിൻ റിലീസ് ചെയ്താൽ മാത്രമാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസുകൾ എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആകുന്നത് എന്തിന്റെ പ്രസൻസിലാണ്? ഗ്യാസ്ട്രിൻ ഹോർമോൺസിന്റെ പ്രസൻസിലാണ്. അല്ലെങ്കിൽ HCl എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആകുന്നത്, HCl സെക്രീഷൻ കൂടുന്നത് ഗ്യാസ്ട്രിൻ. അപ്പോൾ സെക്രീറ്റിൻ എന്ന് പറയുന്നത് എന്തിന്റെ സെക്രീഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? HClന്റെ സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് റെഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലുകളെ ആയിരിക്കും? ജി സെല്ലുകളെ ആയിരിക്കും ഇവര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജി സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല ചെയ്യുന്നത്, അവ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഇനി എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കുറയ്ക്കുക എന്നുള്ളത്. അത് കുറയ്ക്കുന്നതിനോടൊപ്പം ഇത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? എന്തിന്റെ സെക്രീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാ? ബൈകാർബണേറ്റിന്റെ. അല്ലെങ്കിൽ നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈകാർബണേറ്റ്സുകളാണ് അല്ലെ? ഗോൾ ബ്ലാഡറിനകത്ത് ബൈകാർബണേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തുണ്ട്? ബൈകാർബണേറ്റ്സ് ഉണ്ട്. ഈ ബൈകാർബണേറ്റിന്റെ അല്ലെങ്കിൽ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബൈകാർബണേറ്റിന്റെ സെക്രീഷൻസിന് കൂട്ടുന്നതിനോടൊപ്പം സ്റ്റൊമക്കിനെ ഇൻഹിബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസുകളെ ഇൻഹിബിറ്റ് ചെയ്ത് എന്തിന്റെ സെക്രീഷൻസ് കുറയ്ക്കണം? ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജി സെൽസിന്റെ സെക്രീഷൻസിനെ കുറയ്ക്കാനും ആര് സഹായിക്കും? സെക്രീറ്റിൻ സഹായിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? സെക്രീറ്റിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എസ് സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരി എന്ന് പറയുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് 2 explains 1. പറഞ്ഞത് എന്തൊക്കെ എന്ന് മനസ്സിലായോ? അപ്പോൾ എന്താണ് ഗ്യാസ്ട്രിൻ? ആ ഗ്യാസ്ട്രിന്റെ സെക്രീഷൻസ് ഏതെല്ലാമാണ്? ആരാണ് ഗ്യാസ്ട്രിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ? എപ്പോഴാണ് ഗ്യാസ്ട്രിൻ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനകത്ത് ഏത് കണ്ടന്റ് കൂടുമ്പോഴാണ് ഗ്യാസ്ട്രിക് സെൽസ് കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത്? ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഹോർമോൺസ് ഏതായിരുന്നു? സെക്രീറ്റിൻ ആണ്. ആരാണ് സെക്രീറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് സെക്രീറ്റിന്റെ ഫംഗ്ഷൻ? എന്താണ് സെക്രീറ്റിന്റെ ഇൻഹിബിറ്ററി ഫംഗ്ഷൻ? ഇതെല്ലാം നമ്മൾ പഠിച്ചു. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് 1. കോളിസിസ്റ്റികൈനിൻ CCK നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കോളിസിസ്റ്റികൈനിൻ സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ. Statement 2. It released by eye cells of duodenum and jejunum in response to fat and amino acids. Options ഇതെല്ലാമാണ്. Both statements are true. Option B. Both are false. Option C. Statement 1 true, 2 false. Option D. Statement 1 false and 2 true. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോളിസിസ്റ്റികൈനിൻ അല്ലെ? നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും വിശദമായിട്ട് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യാം. കോളിസിസ്റ്റികൈനിൻ അഥവാ CCK എന്ന് നമ്മൾ പറയും. എന്താണ് CCKയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആരാണ് CCK റിലീസ് ചെയ്യുന്നത്? ഏത് സെല്ലുകളാണ്? ഐ സെല്ലുകളാണ് റിലീസ് ചെയ്യുന്നത്. ഐ സെല്ലുകൾ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ഐ സെല്ലുകൾ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ഐ സെല്ലുകൾ എന്ന് പറയുന്നത്
ഡിയോഡിനത്തിലും ജെജനത്തിലുമാണ് കാണപ്പെടുന്നത്. സ്മോൾ ഇൻഡസ്ട്രൈനിൽ കാണപ്പെടുന്ന അതിൽ സ്മോൾ ഇൻഡസ്ട്രൈന്റെ ഭാഗമായിട്ടുള്ള ഡിയോഡിനത്തിന്റെ ജെജനത്തിലും കാണപ്പെടുന്ന സെല്ലുകളാണ് ഐ സെല്ലുകൾ. ഈ ഐ സെല്ലുകളാണ് ആര് സെക്രേറ്റ് ചെയ്യുന്നത്? കോളിസിസ്റ്റികൈനിൻ അഥവാ CCK സെക്രേറ്റ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് കോളിസിസ്റ്റികൈനിൻ ഓവറായിട്ട് സെക്രേറ്റ് ചെയ്യപ്പെടുന്നത്? എപ്പോഴാണോ നമ്മുടെ ഫുഡിനകത്ത് ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ലിപ്പിഡ് കണ്ടന്റും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റും കൂടുതലാകുന്നത്, ആ സമയത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ഈ കോളിസിസ്റ്റികൈനിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, ഓർത്തിരുന്നോണം. ഇനി എന്തെല്ലാമാണ് കോളിസിസ്റ്റികൈനിന്റെ ഫങ്ഷൻസ്? രണ്ട് ഫങ്ഷൻസ് ആണുള്ളത് അല്ലെ. ഫാറ്റും ലിപ്പിഡ്സും ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ബൈകാർബണേറ്റിന്റെ പ്രസൻസ് ഉണ്ടാവണം. ബൈകാർബണേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യാൻ സാധിക്കൂ? ഇപ്പൊ ലിപ്പിഡ്സിനെ ആയാലും പ്രോട്ടീൻസിനെ ആയാലും ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ, ഡൈജഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ബൈകാർബണേറ്റ് വേണം. അപ്പൊ ബൈകാർബണേറ്റ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞതാണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞു അല്ലെ. അതിനോടൊപ്പം ആര് കൂടിയുണ്ട്? നമുക്കറിയാം ബൈലിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് ബൈകാർബണേറ്റ് അല്ലെ. ബൈല് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗോൾ ബ്ലാഡറും അതുപോലെ തന്നെ പാൻക്രിയാസുമാണ് എന്തിന് സെക്രേറ്റ് ചെയ്യുക? ബൈകാർബണേറ്റ് സെക്രേറ്റ് ചെയ്യുക. ഈ ബൈകാർബണേറ്റ് സെക്രേഷന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഹോർമോൺ എന്ന് പറയുന്നത്? കോളിസിസ്റ്റികൈനിൻ എന്ന് പറയുന്നത്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഐ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഡിയോഡിനത്തിലും ജുജിനത്തിലുമാണ് കാണപ്പെടുന്നത്. ഏത് സമയത്താണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇവരുടെ ഓവർ സെക്രീഷൻസ് നടക്കുക? ഓവർ സെക്രീഷൻസ് എന്നല്ല, നോർമൽ സെക്രീഷൻസ് എപ്പോഴും സെക്രീഷൻസ് എപ്പോഴും കൂടിയിരിക്കുന്നത് ഏത് ഫുഡ് കണ്ടന്റ്, നമ്മുടെ ഡയറ്റിനകത്ത് ഏത് കണ്ടന്റ് കൂടുമ്പോഴാണ്? അത് തീർച്ചയായിട്ടും പ്രോട്ടീൻസും അമിനോ ആസിഡ്സ്, നോട്ട് പ്രോട്ടീൻസും അമിനോ ആസിഡും, പ്രോട്ടീൻസും ലിപ്പിഡ്സിന്റെ കണ്ടന്റും കൂടുമ്പോഴാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? നമ്മൾ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എങ്ങനെയാണ്? രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് അല്ലെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഏതിനെ സംബന്ധിച്ച് ശരിയാണ്? കോളിസിസ്റ്റികൈനിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സംബന്ധിച്ച് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് അഥവാ GIP decreases gastric motility and acid secretion. Statement 2, it is also known as glucose dependent insulinotropic peptides because it stimulates insulin secretion in response to glucose. Option A, both statements are true and 2 explains 1. Option B, both statements are true but 2 does not explain 1. Option C, statement 1 true, 2 false. Option D, both statements are false. അതായത് പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏത് ഹോർമോൺസിനെ കുറിച്ചാണ്? ഗ്യാസ്ട്രോ ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്യാസ്ട്രോ ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് ആ പേരിനകത്ത് തന്നെയുണ്ട്, അത് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് ആണ് അല്ലെ. എന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാവാം അതിന് എന്ത് പേര് വന്നത്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് എന്ന പേര് വന്നത്. ഇനി ഏത് സെല്ലുകളാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? K സെല്ലുകളാണ് കേട്ടോ. എൻഡ്രോകൈനിൻ ഇല്ലെങ്കിൽ എൻഡ്രോകൈനിൻ സെൽസുകൾ നമ്മൾ പറയും. എൻഡ്രോകൈനിൻ സെല്ലുകൾ അഥവാ K സെൽസ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഗ്യാസ്ട്രോ ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി എവിടെയാണ് K സെൽസുകൾ കാണപ്പെടുന്നത്? സ്മോൾ ഇൻഡസ്ട്രൈനിലാണ് കാണപ്പെടുന്നത്. അപ്പർ പാർട്ട് ഓഫ് സ്മോൾ ഇൻഡസ്ട്രൈന്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലെങ്കിൽ അവർ സെക്രേറ്റ് ചെയ്യുന്ന അവിടെ കാണുന്ന സെല്ലുകളാണ് K സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ K സെല്ലുകളാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കോളിസിസ്റ്റികൈനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെല്ലാമാണ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് എന്ന് പറയുന്നത്? അതിനകത്ത് HCl വരും, പെപ്സിനോജൻ വരും, അതുപോലെ ഓക്സിൻ സെക്രീഷൻസ് വരും, മ്യൂക്കസ് വരും. ഈ സെക്രീഷൻസിനെ എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുവാനായിട്ട് ആര് സഹായിക്കും? ഈ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനെ പെപ്റ്റൈഡ്സ് സഹായിക്കും. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്ലൂക്കോസ് ഡിപെൻഡന്റ് ഇൻസുലിനോട്രോപിക് പോളിപെപ്റ്റൈഡ് അഥവാ പെപ്റ്റൈഡ് because it stimulates insulin secretion in response to glucose. നമ്മൾ സാധാരണഗതിയിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി ഹോർമോൺസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് എന്നേ നമ്മൾ സാധാരണ പറയാറ്. പക്ഷേ ഈ GIPക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ GIP അതിന്റെ ഫംഗ്ഷൻ വെച്ച് നമ്മൾ എന്തെന്നും കൂടെ വിളിക്കാം? ഗ്ലൂക്കോസ് ഡിപെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ് എന്ന് വിളിക്കും. ആ പേരിനകത്ത് തന്നെയുണ്ട് അതിന്റെ ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും സെക്രേറ്റ് ചെയ്യാം? നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഡയറ്റിനകത്ത് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുന്നത്, അപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റണം? ഗ്ലൈക്കോജൻ ആക്കി മാറ്റണം അല്ലെ. അപ്പൊ ഗ്ലൈക്കോജൻ ആക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ആര് സെക്രേറ്റ് ചെയ്യണം? ഇൻസുലിൻ സെക്രേറ്റ് ചെയ്യണം. ആരെ സ്റ്റിമുലേറ്റ് ചെയ്യണം? പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത് ഹോർമോൺ? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി
പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. എപ്പോഴാണ് സ്റ്റിമുലേറ്റഡ് ആകുക? നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിനകത്ത് ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുന്ന സമയത്താണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സിനെ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡിപ്പെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ്സിനെ സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ബിക്കോസ് ഇറ്റ് സ്റ്റിമുലേറ്റ് ഇൻസുലിൻ സെക്രീഷൻസ് ഇൻ റെസ്പോൺസ് ടു ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിയിലെ ഇൻസുലിന്റെ കണ്ടന്റ് അനുസരിച്ച് ഇല്ലെങ്കിൽ ഇൻസുലിന് നമ്മുടെ ഗ്ലൂക്കോസിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്രമാത്രം ഇൻസുലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് പാങ്ക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോർമലി നമ്മൾ പഠിക്കുന്ന ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഏതാ ഫംഗ്ഷൻ? ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ സെക്രീഷൻസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. അതിനോടൊപ്പം നമ്മൾ എന്തുകൂടി പഠിച്ചോണം? അതിനെ സ്റ്റിമുലേറ്റ് അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുക കൂടി ചെയ്യും? പാങ്ക്രിയാസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. പാങ്ക്രിയാസിന്റെ ഏത് സെല്ലുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? ബീറ്റ സെല്ലുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലും ചോദിക്കാം കേട്ടോ. ബീറ്റാ സെൽസിനെ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഇൻസുലിന്റെ സെക്രീഷൻസിന് വേണ്ടിയിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻസുലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻസുലിൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് ബ്ലഡിനകത്ത് കൂടുതലായിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസിനകത്ത് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് അനുസരിച്ചാണ് എന്തിന്റെ സെക്രീഷൻ നടക്കുക? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അഥവാ ഗ്ലൂക്കോസ് ഡിപ്പെൻഡന്റ് ഇൻസുലിനോട്രോപിക് പെപ്റ്റൈഡ്സിന്റെ സെക്രീഷൻസ് നടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്തിനെ സംബന്ധിച്ച് ശരിയാണ്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്സിനെ സംബന്ധിച്ച് ശരിയാണ്. അപ്പൊ ഇതിനകത്തുള്ള കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞേ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആൻഡ് 2 എക്സ്പ്ലെയിൻസ് 1. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1 ഗർലിൻ secretion is inhibited after a meal. Statement 2 this hormone is produced mainly by duodenal mucosa to suppress hunger. Option A both 1 and 2 are true. Option B 1 true 2 false. Option C 1 false 2 true. Both 1 and 2 are false. ഏത് ഹോർമോൺസിനെ കുറിച്ചാണ്? ഗർലിൻ ഹോർമോൺസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഗർലിൻ ഹോർമോൺസ് ഇൻഹിബിറ്റ് ആഫ്റ്റർ എ മീൽ അല്ലെ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം ഗർലിൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കുറയുന്ന ഹോർമോൺ ആണ്. ഏത് ഹോർമോൺ? ഗർലിൻ ഹോർമോൺ. നമുക്ക് എന്തുകൊണ്ടാണ് വിശപ്പ് തോന്നാനുള്ള കാരണം എന്താ? ഏത് ഹോർമോൺസിന്റെ സെക്രീഷൻ മൂലമാണ്? ഗർലിൻ ഹോർമോൺസിന്റെ സെക്രീഷൻ മൂലമാണ് അല്ലെ? അതുകൊണ്ടാണ് ഗർലിൻ ഹോർമോൺസിനെ നമ്മൾ എന്ത് ഹോർമോൺസ് എന്ന് വിളിക്കാൻ കാരണം? ഹങ്കർ ഹോർമോൺസ് എന്ന് വിളിക്കാൻ. ഗർലിൻ ഹോർമോൺസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹങ്കർ ഹോർമോൺസ് എന്ന് നമ്മൾ പറയും അല്ലെ? ഹങ്കർ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത്? ഗർലിൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ഹങ്കർ ഹോർമോൺസ് എന്നറിയപ്പെടുന്നത്? അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? സിഗ്നൽസിനെ സെൻഡ് ചെയ്യും. എങ്ങോട്ട് സിഗ്നൽസിനെ സെൻഡ് ചെയ്യും? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് അല്ലെ? എന്തിന്റെ സിഗ്നൽസാ? അതായത് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ആപ്പിറ്റൈറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫുഡ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യാന്നുള്ളതാ? ആപ്പിറ്റൈറ്റ് ഫീൽ ചെയ്യാനുള്ള ഹോർമോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഗർലിൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗർലിൻ ഹോർമോൺസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹങ്കർ ഹോർമോൺസ്. ഈ ഹങ്കർ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ഇൻഹിബിറ്റ് ചെയ്യുക? ഒരു മീലിന് ശേഷം. കാരണം എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മുടെ ആപ്പിറ്റൈറ്റ് മാറി ഇല്ലെങ്കിൽ നമ്മുടെ വയറ് എംറ്റി അല്ലാതെ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ നമ്മുടെ വയറ് ഫുൾ ആണെങ്കിൽ എന്തിന്റെ ഹോർമോൺസ് ഏത് ഹോർമോൺസിന്റെ സെക്രീഷൻസ് പ്രിവെന്റ് ചെയ്യും? ഗർലിൻ ഹോർമോൺസിന്റെ സെക്രീഷൻസ് പ്രിവെന്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നോണം, ഗർലിൻ ഹോർമോൺ ഈസ് ഇൻഹിബിറ്റഡ് ആഫ്റ്റർ എ മീൽ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദിസ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് മെയിൻലി ബൈ ഡിയോഡിനൽ മ്യൂക്കോസ ടു സപ്രസ് ഹങ്കർ. ശരിയാണോ? അല്ല അല്ലെ? ഹങ്കറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഹങ്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഹങ്കറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹങ്കർ ഫീലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത് ഹോർമോൺ? ഗർലിൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആ സ്റ്റേറ്റ്മെന്റിൽ മറ്റൊരു തെറ്റും കൂടിയുണ്ട്. ശരിക്കും ഗർലിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഹോർമോൺസ് ആണോ അല്ലെങ്കിൽ ഡിയോഡിനം മുക്കോസ ആണോ സ്മോൾ ഇൻഡസ്ട്രിയൽ ആണോ പ്രൊഡ്യൂസ് ചെയ്യുക? അല്ല. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? സ്റ്റൊമക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഏത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഗർലിൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിയോഡിനം അല്ല, പകരം ആരാണ്?
സ്റ്റൊമക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. സ്റ്റൊമക്കിലെ മ്യൂക്കോസൽ സെൽസുകളാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഗർലിനെ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ 3-4 ഹോർമോൺസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ. ഇതുപോലെ എത്ര ഹോർമോൺസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്താലാണ് ഒരു പോർഷൻസ് തീരുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണ്ടേ? നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്